ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മിക്സിയിൽ അരച്ചെടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു പഞ്ഞി മാതിരിയുള്ള കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഓവനൊന്നും ആവശ്യമില്ല, ബീറ്റർ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നല്ല കിടക്ക് റെസിപ്പീസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് മതി. ഞാൻ കുഞ്ഞ് ക്യാരറ്റ് ആയതുകൊണ്ട് ഒരു 3-3.5 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അരയാനായിട്ട് ആ ഒരു പാകത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ ട്രേയിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബട്ടർ പേപ്പർ വെക്കുന്നില്ല, അതിന് പകരമായിട്ട് ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് പൊടിയിട്ട് തട്ടി കൊടുക്കുക ചെയ്യുക. അപ്പോൾ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, മൈദപ്പൊടിയാണ് കേട്ടോ. അതിങ്ങനെ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തട്ട്. നമ്മൾ എവിടേക്കാണോ എണ്ണയാക്കിയിട്ടുള്ളത് അവിടേക്ക് ഈ പൊടി നന്നായിട്ട് അങ്ങ് ഒട്ടി പിടിച്ചിരിക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. എടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് നിർബന്ധമാണ്. ഞാൻ എപ്പോഴും പറയണതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഇങ്ങനെ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മാക്സിമം അരക്കാൻ നോക്കുക. പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ ഞാനിത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിനകത്തോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ല ഒരു ടീ കേക്കാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഒരെണ്ണം ചേർത്തു എന്ന് വെച്ച് ക്യാരറ്റിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം കേട്ടോ. ചെറിയ തീയിലൊന്ന് ചൂടാക്കി വെക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഇങ്ങനെ കട്ടയില്ലാണ്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്കിനി ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ബൗൾ ഉണ്ടായാലും മതി, അതിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് നേരത്തെ ഞാനൊരു 10 മിനിറ്റോളം ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രമാണ്. അതിനകത്തോട്ട് ഒരു റിങ് ഇട്ടിട്ടാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സൂക്ഷിച്ച് കൈയൊന്നും പൊള്ളാതെ ഇതിനകത്തോട്ട് പാനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പാത്രം കരിയില്ല എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട്. പാത്രം നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും കരിയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ കരിയൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെയാണ് എനിക്ക് ഏകദേശം ടൈം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എന്നാലൊരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. സൈഡ് ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെടുത്ത് പുറത്തിടാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വേണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേക്ക് ഉള്ളത്. നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.